നാം ജീവിക്കുന്ന ഈ ലോകത്ത് പലപ്പോഴും ആളുകളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മുടെ മുന്നിൽ ചിരിച്ചു സംസാരിക്കുന്ന ഒരാൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഒരു മാന്ത്രികനെ പോലെ മുന്നിലിരിക്കുന്ന ആളുടെ മനസ്സ് വായിക്കാനും അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞാൽ അതത്ര മികച്ചതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 10 സൈക്കോളജിക്കൽ ട്രിക്കുകളാണ്. മറ്റുള്ളവരുടെ ശരീരഭാഷയും കണ്ണുകളും പെരുമാറ്റവും നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ കൃത്യമായി പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമതായി, സത്യമറിയാനുള്ള ഒരു പരീക്ഷയാണ്. ഒരാൾ കള്ളമാണോ സത്യമാണോ പറയുന്നത് എന്ന് വെറും 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ കണ്ടെത്താം? ഇതിനായി സൈക്കോളജിയിൽ പറയുന്ന ഒരു വഴിയുണ്ട്. നിങ്ങൾ ഒരാളോടൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിച്ച ഉടനെ നിങ്ങൾ പൂർണ്ണമായും നിശബ്ദനാകുക. അതായത് ഒരു ചെറിയ പോസ് എടുക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നും പിന്നീട് യാതൊരു പ്രതികരണവും ഉണ്ടാകരുത്. ഈ നിശബ്ദത മുന്നിലിരിക്കുന്ന ആളിൽ വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. ഈ സമയത്ത് അവർ വളരെ ധൃതിപ്പെട്ട് പരിഭ്രമത്തോടെ മറുപടി നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അവർ നിങ്ങളിൽ നിന്നും എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കള്ളം പറയുന്ന ആളുകൾ നിശബ്ദതയെ ഭയപ്പെടുന്നു. കാരണം ആ സമയത്ത് അവരുടെ കള്ളം പിടിക്കപ്പെടുമോ എന്ന ഭയം അവരെ വേട്ടയാടും. അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വിക്കിപ്പോവുകയോ ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയോ അല്ലെങ്കിൽ മറുപടി പറയുന്നതിന് മുൻപ് ഒരുപാട് ആലോചിക്കുകയോ ചെയ്താൽ അവർ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നേരെ മറിച്ച് യാതൊരു ഭയവുമില്ലാതെ സാധാരണ വേഗതയിൽ വ്യക്തമായി മറുപടി നൽകുന്നവർ പൂർണ്ണമായും സത്യമാണ് പറയുന്നത്. ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരുടെയും കള്ളത്തരം എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ട്രിക്ക് കണ്ണുകളുടെ ചലനമാണ്. മനുഷ്യന്റെ കണ്ണുകൾ മനസ്സിലേക്കുള്ള ജാലകങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഒരാൾക്ക് അവരുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ കണ്ണുകളുടെ ചലനങ്ങളെ അത്ര എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് കൃത്യമായി നിരീക്ഷിക്കുക. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ തങ്ങളുടെ കണ്ണുകൾ മുകളിലേക്കും അതോടൊപ്പം ഇടത്തോട്ടും മാറ്റുകയാണെങ്കിൽ അവർ തങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു യഥാർത്ഥ സംഭവം ആലോചിച്ചെടുക്കുകയാണ്. അതായത് അവർ പറയുന്നത് 100% സത്യമായിരിക്കും. എന്നാൽ നേരെ വിപരീതമായി ഒരാൾ കണ്ണുകൾ മുകളിലേക്കും വലത്തോട്ടും മാറ്റുകയാണെങ്കിൽ സൈക്കോളജി പ്രകാരം അവരുടെ തലച്ചോറിൻ്റെ ക്രിയേറ്റീവായ ഭാഗമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് അവർ ആ നിമിഷത്തിൽ ഒരു പുതിയ കഥ അല്ലെങ്കിൽ കള്ളം നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനു പുറമെ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ ഇടയ്ക്കിടെ കണ്ണുകൾ ചുറ്റും വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണെന്നും നിങ്ങളോട് കള്ളം പറയുകയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. മൂന്നാമതായി, പുഞ്ചിരിയിൽ നിന്ന് ആളുകളെ തിരിച്ചറിയാനുള്ള വിദ്യയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും നമ്മളോട് ചിരിക്കാറുണ്ട്. എന്നാൽ അതിൽ യഥാർത്ഥ ചിരി ഏതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സൈക്കോളജിക്കൽ പഠനങ്ങൾ പറയുന്നത് ഈ ലോകത്തിലെ 90% ആളുകളും പരസ്പരം കാണുമ്പോൾ കൃത്രിമമായ അല്ലെങ്കിൽ വ്യാജമായ പുഞ്ചിരിയാണ് സമ്മാനിക്കുന്നത് എന്നാണ്. ഇത് തിരിച്ചറിയാൻ ഒരു ലളിതമായ വഴിയുണ്ട്. ഒരു വ്യക്തി നിങ്ങളെ നോക്കി ഉള്ളിൽ തട്ടി യഥാർത്ഥമായിട്ടാണ് ചിരിക്കുന്നതെങ്കിൽ ആ ചിരി അവരുടെ മുഖത്ത് കുറഞ്ഞത് 7 മുതൽ 8 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കും. അതിലുപരി യഥാർത്ഥ ചിരിയിൽ അവരുടെ ചുണ്ടുകൾ മാത്രമല്ല ചലിക്കുക, അവരുടെ കണ്ണുകളുടെ വശങ്ങളിലെ ചർമ്മം ചുരുങ്ങുകയും കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വരികയും ചെയ്യും. എന്നാൽ ഒരു വ്യാജ ചിരി വെറും 4 മുതൽ 5 സെക്കൻഡ് വരെ മാത്രമേ മുഖത്തുണ്ടാവുകയുള്ളൂ. ഈ വ്യാജ ചിരിയിൽ അവരുടെ കവിളുകൾ മുകളിലേക്ക് ഉയരുമെങ്കിലും കണ്ണുകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. കണ്ണുകൾ തികച്ചും സാധാരണ നിലയിലായിരിക്കും. അടുത്ത തവണ ഒരാൾ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. അത് കപടമാണോ അതോ യഥാർത്ഥമാണോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയും. നാലാമത്തെ ട്രിക്ക് ചുണ്ടുകളുടെ ചലനങ്ങളാണ്. ഒരു വ്യക്തിയുടെ ചുണ്ടുകളുടെ ചലനം ശ്രദ്ധിച്ചാൽ അവർ എത്രത്തോളം ആത്മവിശ്വാസമുള്ളവരാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഭാഷണത്തിനിടയിൽ മുന്നിലിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് തൻ്റെ ചുണ്ടുകൾ ഉള്ളിലേക്ക് ഒതുക്കി പിടിക്കുകയോ അല്ലെങ്കിൽ ചുണ്ടുകൾ പൂർണ്ണമായി മറയ്ക്കുകയോ ചെയ്താൽ അവർ കടുത്ത അസ്വസ്ഥതയിലാണ് എന്ന് മനസ്സിലാക്കാം.
വലിയൊരു അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രഹസ്യം പുറത്താകുമെന്ന് ഭയക്കുമ്പോഴോ ആണ് മനുഷ്യർ അബോധാവസ്ഥയിൽ ചുണ്ടുകൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നത്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഒരാൾ സ്വന്തം ചുണ്ടുകൾ കടിച്ചു ചവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഭയങ്കരമായ ആശങ്കയോ മറ്റെന്തോ വലിയ പ്രശ്നങ്ങളോ നടക്കുന്നുണ്ടെന്നർത്ഥം. അവർ നിങ്ങളുടെ വാക്കുകളിൽ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇനി ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടെ കൈകൾ കൊണ്ട് സ്വന്തം ചുണ്ടുകളിലോ മുഖത്തോ തൊട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഒളിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഉറപ്പിക്കാം. അഞ്ചാമത്തെ ട്രിക്ക് ശ്വസന രീതിയിലെ മാറ്റങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു പോയിന്റാണ് ഒരാളുടെ ശ്വസന രീതി. ഒരാൾ കള്ളം പറയുകയോ അല്ലെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയോ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. ഹൃദയമിടിപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായും അവരുടെ ശ്വസന വേഗതയും വർദ്ധിക്കും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താഴുന്നതോ അല്ലെങ്കിൽ അവർ ആഴത്തിൽ ശ്വാസമെടുക്കാൻ ശ്രമിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന് മനസ്സിലാക്കാം. അവരുടെ തൊണ്ട വരണ്ടു പോകുന്നതിനാലോ അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നതിനാലോ അവർ ഇടയ്ക്കിടെ ഉമിനീർ ഇറക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സാധാരണ സാഹചര്യത്തിൽ ആരും ഇത്തരത്തിൽ ശ്വാസം എടുക്കാറില്ല. അതുകൊണ്ട് ഒരാളുടെ വാക്കുകളേക്കാൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ജൈവികമായ മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ അവരുടെ യഥാർത്ഥ മാനസികാവസ്ഥ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആറാമത്തെ ട്രിക്ക് പാദങ്ങളുടെ ദിശയാണ്. ശരീരഭാഷയിൽ ഏറ്റവും സത്യസന്ധമായ ഭാഗം നമ്മുടെ പാദങ്ങളാണ് എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ മുഖത്തെ ഭാവങ്ങൾ മാറ്റാൻ ശ്രമിക്കാറുണ്ടെങ്കിലും നമ്മുടെ കാലുകൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ഒരാളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ പാദങ്ങളുടെ വിരലുകൾ കൃത്യമായി നിങ്ങളുടെ നേരെയാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പാദങ്ങൾ നിങ്ങളുടെ നേരെയാണ് എങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പൂർണ്ണ താല്പര്യമുണ്ടെന്നും അവർ ആ സംഭാഷണം ആസ്വദിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പാദങ്ങൾ നിങ്ങളിൽ നിന്നും മാറി വശങ്ങളിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള വാതിലിൻ്റെ നേരെയോ ആണ് എങ്കിൽ അതിനർത്ഥം മാനസികമായി അവർ അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അവരുടെ ശരീരം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവർ ആ സംഭാഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ആളുകളുടെ താല്പര്യക്കുറവ് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു വഴി വേറെയില്ല. ഏഴാമത്തെ ട്രിക്ക് കൈകളുടെ ചലനവും താല്പര്യവുമാണ്. സംസാരിക്കുമ്പോൾ ഒരാൾ കൈകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് അവരുടെ താല്പര്യത്തെയും ആത്മവിശ്വാസത്തെയും വ്യക്തമാക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ കൈകൾ നെഞ്ചിന് കുറുകെ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ രണ്ട് കൈപ്പത്തികളും തമ്മിൽ ശക്തമായി തിരുമ്മിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കുകയാണ്. അവർ ഒരു പ്രതിരോധ അവസ്ഥയിലാണ്. അതായത് നിങ്ങളുടെ ആശയങ്ങളോട് അവർക്ക് ഒട്ടും യോജിപ്പില്ല അല്ലെങ്കിൽ അവർ കടുത്ത അസ്വസ്ഥതയിലാണ്. നേരെ മറിച്ച് ഒരാൾ കൈകൾ തുറന്നു പിടിച്ച് ഹൃദ്യമായ കൈചലനങ്ങളോടെ നിങ്ങളോട് സംസാരിക്കുകയാണ് എങ്കിൽ അവർ പൂർണ്ണമായി നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇതിനർത്ഥം. അവർക്ക് നിങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. സംഭാഷണത്തിനിടയിൽ അവർ മനോഹരമായ ചില കൈചലനങ്ങളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അവർ ആ സംഭാഷണത്തിൽ അത്രമേൽ മുഴുകിയിരിക്കുകയാണ് എന്നും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം അവർ ആസ്വദിക്കുകയാണ് എന്നും ഉറപ്പിക്കാം. എട്ടാമത്തെ ട്രിക്ക് അനാവശ്യമായ വിശദീകരണങ്ങളിൽ നിന്ന് ആളെ മനസ്സിലാക്കുന്ന രീതിയാണ്. കള്ളം പറയുന്ന ആളുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വളരെ രസകരമായ ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണിത്. നിങ്ങൾ ഒരാളോടൊരു ചെറിയ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി നൽകാതെ ആവശ്യമില്ലാത്ത ഒരുപാട് കഥകളും വലിയ വിശദീകരണങ്ങളും നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ ജാഗ്രത. കള്ളം പറയുന്ന വ്യക്തികൾ വിചാരിക്കുന്നത് ഒരുപാട് വിവരങ്ങൾ ഒന്നിച്ചു നൽകുമ്പോൾ കേൾക്കുന്നയാൾക്ക് അത് സത്യമാണെന്ന് തോന്നുമെന്നാണ്. അവർ തങ്ങളുടെ കള്ളങ്ങളെ മൂടിവെക്കാൻ വേണ്ടി കഥകളിൽ ലൊക്കേഷനുകളും സമയവും മറ്റും ആളുകളുടെ പേരുകളും അനാവശ്യമായി വലിച്ചിഴയ്ക്കും. സത്യം പറയുന്ന ഒരാളാണെങ്കിൽ വളരെ ലളിതമായി ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ കള്ളം പറയുന്നവർ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമിതമായി അധ്വാനിക്കുന്നത് അവരുടെ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഒൻപതാമത്തെ ട്രിക്ക് തലയുടെ ചലനങ്ങളും തിരക്കുമാണ്. നമ്മുടെ തലയുടെ ചലനങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകളെ പുറത്തുവിടുന്നവയാണ്. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവർ വേഗത്തിൽ തല മുകളിലേക്കും താഴേക്കും ആട്ടുകയോ അതെ അതെ എന്ന് കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കുകയോ ചെയ്യുകയാണെങ്കിൽ
അവർക്ക് നിങ്ങളെ കേൾക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുക. അവർ കടുത്ത തിരക്കിലാണെന്ന്, അല്ലെങ്കിൽ ആ സംഭാഷണം എത്രയും വേഗം അവസാനിപ്പിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ നേരെ മറിച്ച് ഒരാൾ നിങ്ങളെ നോക്കി സംസാരിക്കുമ്പോൾ തൻ്റെ തല അല്പം ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചാണ് കേൾക്കുന്നതെങ്കിൽ അത് നിങ്ങളോടുള്ള വലിയ താല്പര്യത്തെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അത്രമേൽ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും കേൾക്കുകയാണ്. കൂടാതെ സംസാരിക്കുമ്പോൾ ഒരാൾ നെറ്റിയിൽ കൈവയ്ക്കുകയോ നെറ്റി ചുളിക്കുകയോ ചെയ്താൽ അവർ വലിയ മാനസിക സമ്മർദ്ദത്തിലോ ടെൻഷനിലോ ആണ് എന്ന് മനസ്സിലാക്കാം. 10ാമത്തെ ട്രിക്ക് അനുകരിക്കൽ രീതിയാണ്. ഈ 10ാമത്തെ ട്രിക്ക് വളരെ സവിശേഷമായ ഒന്നാണ്. ഒരാൾക്ക് നിങ്ങളോട് എത്രത്തോളം ആഴത്തിലുള്ള താല്പര്യവും ആദരവും ഉണ്ട് എന്നറിയാൻ ഈ മിററിംഗ് ട്രിക്ക് സഹായിക്കും. സൈക്കോളജി പ്രകാരം ഒരാൾ മറ്റൊരാളെ അമിതമായി ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരെ മാതൃകയാക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരുടെ ശരീരഭാഷയെ അനുകരിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കൈകൾ മേശപ്പുറത്ത് വെക്കുകയാണെങ്കിൽ മുന്നിലിരിക്കുന്ന ആളും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അതുപോലെ തന്നെ കൈകൾ മേശപ്പുറത്ത് വയ്ക്കും. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ അവരും വെള്ളം കുടിക്കാൻ ശ്രമിക്കും. നിങ്ങൾ സംസാരിക്കുന്ന അതേ ടൂണിലും വേഗതയിലും അവരും സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾ നിങ്ങളുടെ ശരീരഭാഷയെ ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ അനുകരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളുമായി മാനസികമായി വളരെയധികം അടുത്തു കഴിഞ്ഞു എന്നാണ്. അവർക്ക് നിങ്ങളോട് വലിയ ബഹുമാനവും താല്പര്യവുമുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 10 സൈക്കോളജിക്കൽ ട്രിക്കുകൾ മറ്റുള്ളവരെ ചതിക്കാനോ അല്ലെങ്കിൽ അവരെ മോശക്കാരനാക്കാനോ ഉള്ളതല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ആളുകളുമായി കൂടുതൽ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും കള്ളങ്ങൾ തിരിച്ചറിഞ്ഞ് വഞ്ചിക്കപ്പെടാതിരിക്കാനും നമ്മളെ സഹായിക്കുന്ന വിലപ്പെട്ട അറിവുകളാണിവ. മനുഷ്യ മനസ്സ് എന്നത് ഒരു വലിയ കടലാണ്. അതിനെ പൂർണ്ണമായി അറിയാൻ സാധ്യമല്ലെങ്കിലും ഇത്തരം ചെറിയ സൂചനകൾ നമ്മുടെ ജീവിതം കൂടുതൽ എളുപ്പമാക്കും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ട്രിക്കുകൾ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.